ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നുണ്ട് കൂടെയുള്ള ആളുകളോട്, നിങ്ങളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം പണ്ഡിതന്മാർ ധാരാളമുള്ള കാലമാണ്, അറിവുള്ളവർ ധാരാളമാണ്. എന്നാൽ പ്രസംഗിക്കുന്നവർ കുറവാണ്. അതുപോലെ ചോദിക്കുന്നവർ ഇന്ന് കുറവാണ്, നൽകുന്നവർ ധാരാളമാണ്. എന്ന ഒരു കാലഘട്ടം ഈ ഉമ്മത്തിൽ വരും. അന്ന് അറിവുള്ളവർ വളരെ കുറവായിരിക്കും, എന്നാൽ പ്രഭാഷകന്മാരുടെ എണ്ണം ഒരുപാട് കൂടും. ചോദിക്കുന്നവർ ധാരാളമുണ്ടാകും, എന്നാൽ ചോദിച്ചവർക്കെല്ലാം നൽകാൻ കഴിയുന്നവർ അന്ന് വളരെ കുറച്ചായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമ്പോൾ ഇബാദത്തിനേക്കാളും മഹത്വം അറിവിനാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് അദ്ദേഹം പറയാണ്, ഇന്നത്തെ കാലത്ത് അറിവിനേക്കാൾ പ്രാധാന്യം ഇന്ന് ഇബാദത്തിനാണ്. അന്നിപ്പോൾ ഒരാൾ പഠിക്കാൻ പോയില്ലെങ്കിലും അയക്കുന്ന വലിയ നഷ്ടമൊന്നുമില്ല. ഒരു പള്ളിക്ക് എന്നാൽ അതാണ് എല്ലാവരും അടിമീങ്ങൾ. ഒരു സൊഫിട്ടലോ അപ്പുറപ്പുറം നിൽക്കുന്നതൊക്കെ ഉലമാക്കളും മുജ്തഹിദീങ്ങളും എന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞുതരാൻ ഇഷ്ടം പോലെ ആളുകൾ. അപ്പം അന്നൊരാൾ പഠിച്ചില്ലെങ്കിലും അയാൾക്ക് വലിയൊരു പരിക്ക് പറ്റാൻ സാധ്യതയില്ല. കാരണം ഒരുപാട് വെളിച്ചങ്ങളുടെ ഇടയിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു കാലിൻ്റെ വിരല് പോലും വെച്ചുത്താൻ സാധ്യത അവിടെ പിന്നെ ഇല്ല. എന്നാൽ ഈ നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടം വരുമ്പോഴാണ് യൂനിവേഴ്സിറ്റി അല്ല പറഞ്ഞത്, അന്ന് അറിവുള്ളവർ കുറയും, പ്രഭാഷകന്മാർ കൂടും. നൽകാൻ ആളുണ്ടാവില്ല, ചോദിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും. അന്ന് ഇബാദത്തിനേക്കാളും പ്രാധാന്യം അറിവിനാണ്. ഇന്നിപ്പോൾ ആളിങ്ങനെ നിസ്കരിച്ച് പോകുമ്പോട്ട് അങ്ങനെ ഇബാദത്തിൽ മുഴുകി ജീവിക്കുകയാണോ നല്ലത്, അതല്ല ആ സമയം കൊണ്ടും പഠിക്കാൻ തുനിയാണോ നല്ലത് ചോദിച്ചാൽ ഇന്ന് ഏറ്റവും ശ്രേഷ്ഠം പഠിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ അറിവുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരും. ആളുകൾക്ക് ധാരാളം ആവശ്യമുണ്ട്. ആ ആവശ്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ, അതെല്ലാം പരിഹാരം നൽകാൻ കഴിയുന്നവർ വളരെ തുച്ഛം.